ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുദേവൻ്റെ എത്ര മഹത്തായ വചനമാണിതല്ലേ. നമുക്ക് ഓരോ ദിവസവും ഇത് ചിന്തിച്ചുകൊണ്ട് നാം ഒരു ദിനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിനം എത്ര മഹത്തരമായി മാറും. ഗുരുദേവൻ്റെ ഓരോരോ ആശയങ്ങളും ഓരോരോ മണിമുത്തുകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് നിറച്ചാർത്തേകുന്ന അല്ലെങ്കിൽ കളഭം പകരുന്ന സൗരഭ്യം പകരുന്ന എത്ര മഹത് വചനങ്ങളാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വചനം ഒരു ദിവസം നമ്മൾ സ്വായത്തമാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിൻ്റെ അത്യുന്നത പദവിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള തോന്നൽ നമുക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഗുരുദേവൻ്റെ ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മളും ഒരു മഹത് വ്യക്തിയുടെ ആ ഒരു ലേബലിൽ അറിയപ്പെട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പദവിയിലെങ്കിലും എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ജനസമൂഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദീർഘവീക്ഷണങ്ങൾ, അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ചരിത്ര പുരുഷനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ആശയങ്ങൾ നമുക്കെന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓരോരോ മണിമുത്തുകൾ ചാർത്തുന്ന നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ഇത് ജീവിതത്തിൽ എന്നും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തേച്ചു മിനുക്കിയെടുക്കുന്ന ഓട്ടുരുളി പോലെ അതിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വചനങ്ങളായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ നാം ഓരോരുത്തരും കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഓരോ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്കും പകർത്താം. ഓരോ ദിനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒട്ടേറെ മഹത് വചനങ്ങളാണ് ഗുരുദേവൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ 84ാമത് ശിവഗിരി തീർത്ഥാടനവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നാം ഓരോരുത്തരും ശുദ്ധരായിരിക്കേണ്ടതിൻ്റെയും മറ്റുള്ളവരെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്ത് എന്നുള്ളതാണ് 84ാമത് ശിവഗിരി തീർത്ഥാടനം മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ആത്മചൈതന്യം തെളിയിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വേദി കൂടിയാണ് ഈ 84ാമത് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത്. 3 ദിവസങ്ങളിലായി കൊണ്ടാടുന്ന ഈ മഹാമഹം തീർച്ചയായിട്ടും നമുക്കൊരു നവ്യ അനുഭവം തന്നെയാണ്. ഓരോ വർഷത്തിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടുതലായിട്ട് അറിയാനും അദ്ദേഹത്തിൻ്റെ മഹത് പ്രവൃത്തികളെക്കുറിച്ച് ലോകത്തോട് അറിയിക്കാനും ഒക്കെ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 84ാമത് ശിവഗിരി തീർത്ഥാടനവും നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. ചിന്തോദീപകമായിട്ടുള്ള ഗുരുവിൻ്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഇത്തരത്തിലുള്ള മഹത് വചനങ്ങൾ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ് 84ാമത് ശിവഗിരി തീർത്ഥാടനം. തീർച്ചയായും നമുക്കും അതിൽ പങ്കുചേരാം ഈ വേദിയിലൂടെ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളേ. 31-ാം തീയതി രാവിലെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത് നമ്മുടെ ബഹുമാന്യനായ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ മഹേഷ് ശർമ്മയാണ്. അദ്ദേഹമാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത്. ടൂറിസവുമായി ബന്ധപ്പെടുത്തി ശിവഗിരിയുടെ വികസനത്തിന് കേന്ദ്ര സഹായം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കുകയും ഗുരുദേവനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാരുടെ ദർശനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. It's my privilege to be here on this holy land of Shivagiri with the blessings of Narayan Guru. I, on behalf of my Prime Minister Shri Narendra Modi ji, am here to offer my prayers to this holy land and Shri Narayan Guru's the great philanthropic works he has done for the humanity. People who work for the society, the people who work for the community and who wants to give back to the humanity, they rise above and we all worship them
more than God. We have seen a living God with us. Maybe some generation people are here who have witnessed that great occasion of having blessings of Narayan Guru. I worship this holy place which has been visited by Mahatma Gandhi, which has been visited by Guru Ravindranath Tagore, visited by Vinoba Bhave, and great leaders, including Prime Minister Narendra Modi. This is so important what Shri Narayan Guru could imagine at that time. So pilgrimage, holy pilgrimage is a strength not only of India, it's a worldwide. Millions of people visit the Vatican City. Millions of the people visit the Saudi Arab for this Makkah Medina visits, the Hajj pilgrimage. And what Narayan Guru and his disciples, the 5 early birds, could vision that yes, this pilgrimage should be in a big way. I, as a tourism and culture minister of this nation, and earlier I had the civil aviation ministry with me also. What is the vision of our great Prime Minister Narendra Modi is that what is our biggest strength is our spiritual leaders, Narayan Guruji, or Vishuddhananda ji, Prakashananda ji. We should carry their teachings and preachings through this Indian culture and traditions by a mode of tourism, by a mode of pilgrimage to the other part of the world. I offer my prayers to this great land of Narayan Guru and Shivagiri Hills, and I'm committed, and I owe to you, Swamiji, whatever you guide me towards development of pilgrimage in this place. Me and Yusuf Bhai both will join hands and will do whatever Swamiji Prakashanandji and Vishuddhanandji says to me. We will love to do it as a part of development. My limits are up to 100 crores only. And the place of Guru Vayur is under consideration, and this place, as Swamiji directs me, will love to do it for this place, holy place also, towards development of pilgrimage and all those places. I again offer my prayers to all of you and to our Lord of Narayan Guru. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളേ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 88 വർഷങ്ങൾക്ക് മുമ്പ് ലോകക്ഷേമത്തിനായി കൽപ്പിച്ചനുവദിച്ച മഹാപ്രസ്ഥാനമാണ് ശിവഗിരി തീർത്ഥാടനം. ആധുനിക കേരളവും സമൂഹവും രൂപപ്പെടുത്തുന്നതിൽ മഹത്തായ സ്ഥാനം നിർവഹിക്കുകയും നിർണയിക്കുകയും ചെയ്തിട്ടുള്ള ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 84ാമത് സംവത്സരത്തിൽ ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും ഗുരുവിൻ്റെ പവിത്ര നാമധേയത്തിൽ സന്തോഷപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദാർശനിക പശ്ചാത്തലത്തിലാണ് ഗുരുപാദം പതിഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഇന്ന് നാം സംഗമിച്ചിട്ടുള്ളത്. അദ്വൈത വേദാന്ത സാരസംഗ്രഹമായ ദർശനമാലയും ഒരു ജീവൻ മുക്തൻ്റെ അലൗകിക അനുഭവ നിലയെ ആവിഷ്കരിക്കുന്ന നിർവൃതി പഞ്ചകവും ഗുരുദേവൻ രചിച്ചതിൻ്റെയും നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന ഗുരുദേവ വിളംബരത്തിൻ്റെയും ഗുരുസ്വരൂപത്തിൻ്റെ അകവും പുറവും വെളിവാക്കിക്കൊണ്ട് മഹാകവി കുമാരനാശാൻ രചിച്ച ഗുരുസ്തവത്തിൻ്റെയും
ശതാബ്ദികളുടെ ചരിത്രപരമായ ഈ സംഗമവേള ലൗകികവും അലൗകികവുമായ ഒരു ഏകീഭാവത്തിലേക്കാണ് നമ്മെ ആനയിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരുന്നത് തികച്ചും സന്തോഷകരമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പറഞ്ഞു. എല്ലാ സമുദായങ്ങളും വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനമാണ് ശുചിത്വമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യൻ നന്നാവണം, മതമേതായാലും മനുഷ്യൻ്റെ ഹൃദയം നന്നാവണം. അതാണ് ധനം വിദ്യയാകും, വിദ്യ സേവനമാകും. എവിടെ ശുചിത്വമുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, അല്ലാഹു യുഹിബ്ബുൽ മുതത്തഹിരീൻ, ഞാൻ ശുദ്ധിയുള്ളവരെ സ്നേഹിക്കുന്നു, ശുചിത്വമുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു. അതാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവനും അതാണ് പറഞ്ഞത്. ശുചിത്വമുണ്ട്. അത് ശുചിത്വമെന്ന് പറഞ്ഞാൽ മാനസികമായി അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കുറേ സ്പ്രേ അടിച്ചതുകൊണ്ട് ശുചിത്വമാവുകയില്ല. മാനസികവും സാംസ്കാരികവും ശാരീരികവുമായി ശുചിത്വമുള്ളവനാവണം. അവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ഖുർആൻ പറയുന്നത്. ഈ നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളിൽ ഒരുവനായ ഞാൻ എന്ത് കാര്യത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഇനിയും ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി ലോകത്തുള്ള എല്ലാ ശ്രീനാരായണീയരും, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവരെ കണ്ടു. ഞാൻ നഗരാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും യൂറോപ്പിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ശ്രീനാരായണീയരെ കാണാനും അവരുമായി സംസാരിക്കാനും സംവദിക്കാനും സാഹചര്യമുണ്ടായിട്ടുണ്ട്. അമേരിക്കയിലുണ്ട്. അടുത്ത ദിവസം ഞാൻ സനോസയിൽ പോയപ്പോൾ അവിടെയും ഞാൻ കണ്ടു ശ്രീനാരായണീയ ഭക്തർ. അവിടെ ഒരു വീട്ടിൽ ഞാൻ ചായ കുടിക്കാൻ എന്നെ ക്ഷണിച്ച് ഞാൻ പോയപ്പോൾ അവിടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. എൻ്റെ PA കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങൾ ഭക്തനാണ്. നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ മനസ്സിൽ ഭക്തിയുള്ളതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി. സ്വാമി വിശുദ്ധാനന്ദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP പ്രസംഗം നടത്തി. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത്. അതായത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തന്നെ ഗുരുദേവൻ്റെ ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ശിവഗിരി മഠം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള, നമുക്ക് ഈ ശിവഗിരി മഠത്തിൽ എത്തിയാൽ തന്നെ അറിയാം, 4 ചുറ്റും ഗുരുദേവൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെക്സുകൾ നോക്കിക്കഴിഞ്ഞാലും ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന മഹത്തായ വചനങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. ഈ വർഷത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ശുചിത്വം സർവത്ര എന്നതാണ്. ഗുരുദേവൻ്റെ ആശയം തന്നെ നമുക്ക് ശുചിത്വമായി ജീവിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ശുചിത്വം ഉള്ളിടത്ത് മാത്രമേ ദൈവചൈതന്യം ഉണ്ടാകൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതെത്ര സത്യമാണ് അല്ലേ? കാരണം നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ പ്രകൃതിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ശുചിത്വമായിട്ട് അല്ലെങ്കിൽ വൃത്തിയോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ അവിടെ ധർമ്മവും നീതിയും സമാധാനവും പുലരുകയുള്ളൂ എന്ന ഗുരുദേവന് നല്ല നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശുചിത്വ കേരളം അല്ലെങ്കിൽ ലോകം മുഴുവനും ശുചിത്വം പരക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു വലിയ ദർശനം, ശുചിത്വം സർവത്ര ശുചിത്വം. തീർത്ഥാടനത്തിനായി രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ബഹുലക്ഷം ജനം ഇവിടെ എത്തിച്ചേരുന്നത് ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ, ഒരു സാമൂഹിക വിപ്ലവകാരിയുടെ, അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകനായ മനുഷ്യൻ്റെ ശരീരമടക്കം ചെയ്ത സ്ഥലം ദർശിക്കുവാനല്ല, മറിച്ച് ഈശ്വര സത്യവുമായി താതാത്മ്യം പ്രാപിച്ച് സ്വജീവിതത്തിലൂടെ ഈശ്വരീയത വെളിപ്പെടുത്തി ആർത്തരും അവശ്യരും ആലംബഹീനരുമായ ജനകോടികളെ കൈവിടാതെ കാത്തുരക്ഷിച്ച ഈശ്വര സ്വരൂപനായ ഒരു ജഗദ്ഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിൽ നേടിയെടുത്ത് ജീവിതത്തെ സന്തോഷഭരിതമാക്കി ആനന്ദഭരിതമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ശിവഗിരിയിലേക്ക് തീർത്ഥാടന ജനലക്ഷങ്ങൾ ഒഴുകി എത്തുന്നത്.
തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള വചനങ്ങൾ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഓരോ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾ, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ ദിവസങ്ങളിലായി നടക്കുന്ന പദയാത്രയും അതുപോലെ തന്നെ ഘോഷയാത്രയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തിന് മുന്നിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയും അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ശിവഗിരി മലനിരകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തീർത്തും മഞ്ഞ അണിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുക. ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ധാരാളം ഭക്തരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലവും ഒക്കെ കാണാനായിട്ട് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പദയാത്രയായിട്ടും അതുപോലെ തന്നെ ഘോഷയാത്രയായിട്ടും ഒക്കെ നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള മണിമുത്ത് പോലുള്ള വചനങ്ങളാണ് ഇന്നും ജനഹൃദയങ്ങളിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഓരോ മേഖലയെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, അത് വാങ്ങരുത് എന്ന ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. കാരണം ഭാവി തലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തിന് വഴിവെക്കും എന്ന ഗുരുദേവന് അന്ന് തന്നെ അറിയാമായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, വാങ്ങരുത് എന്ന സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് പകർന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നായിരുന്നു ഗുരുദേവൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പ്രബന്ധമെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതത്തിന് ഒരു പ്രാധാന്യം അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. മനുഷ്യർക്ക് തന്നെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. കാരണം ഓരോ വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ള വ്യക്തിബോധമുണ്ട്, അവൻ്റേതായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളുണ്ട് എന്ന് ഗുരുദേവൻ പറയുകയുണ്ടായി. മതത്തിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു ദൈവവിശ്വാസി എന്നുള്ളതിനപ്പുറം മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, മനുഷ്യൻ ജനങ്ങൾക്ക് പകർന്നു നൽകുന്ന നന്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഗുരുദേവൻ ചിന്തിച്ചത്. കാരണം ഓരോ മനുഷ്യൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും അന്യരെ സഹായിച്ചും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നും അവർക്ക് ഒരു നന്മ ചെയ്തും സമൂഹത്തിന് ഉതകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതുമായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിതം. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ അത്രയും, ഇപ്പോൾ 50-60 വർഷം ജീവിക്കുന്നുവെങ്കിൽ പോലും ആ വർഷം അത്രയും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുവാനും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുവാനുമായിരുന്നു ഗുരുദേവൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളേ. ശിവഗിരി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നവമി ജയകുമാർ ഒരുക്കിയ മ്യൂറൽ ചിത്രങ്ങളും അക്രലിക് ഉപാധിയാക്കി തയ്യാറാക്കിയ ബഹുവർണ്ണ ചിത്രങ്ങളും ശ്രദ്ധേയമായി. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ഗുരുദേവനുമായി സംഭാഷണത്തിലേർപ്പെട്ട അപൂർവ മുഹൂർത്തം MS സുബ്ബുലക്ഷ്മി, APJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, നെൽസൺ മണ്ടേല തുടങ്ങിയ മഹത്വ വ്യക്തികൾക്ക് പുറമെ കേരളീയ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒട്ടേറെ പെൻഡ്രോയിങ്ങുകളും ക്യാൻവാസുകളിൽ പകർത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ MTech വിദ്യാർത്ഥിനിയാണ് നവമി. ശിവഗിരിയിലെത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ പ്രദർശന നഗരി സന്ദർശിച്ചിരുന്നു. നവമിയുടെ ചിത്രപ്രദർശനം കാണാൻ പാഞ്ചജന്യത്തിൽ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, അത് വാങ്ങരുത് എന്ന് ഗുരു വളരെ ആത്യന്തികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഈ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗുരു ഇത്തരത്തിലൊരു ദർശനം മുന്നോട്ട് വെച്ചത്. കാരണം ഇന്നത്തെ സമൂഹം എത്തരത്തിൽ പോകുമെന്ന് ഗുരുവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഗുരുദേവൻ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. മദ്യം
ഉണ്ടാക്കരുത്, അത് വിൽക്കരുത്, വാങ്ങുകയും അരുത് എന്ന് ഗുരുദേവൻ പറയുകയുണ്ടായി. തീർച്ചയായും ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രസക്തമായിട്ടുള്ള വചനങ്ങളാണ് ഗുരുദേവൻ അന്ന് പറഞ്ഞത്, അല്ലേ? ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഓരോന്നും. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒരുപാട് തത്വചിന്തപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ ജീവിതത്തിൽ നമുക്ക് ഉയരുവാനും വിജയങ്ങൾ കീഴടക്കുവാനും ഒക്കെ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.